ഇവിടെ ഇത് നേരിടുന്നത്, ഈ പ്രശ്നം നേരിടാൻ പോകുന്നത് മിക്കവാറും ഓപ്പോസിഷൻ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലായിരിക്കുമെന്ന് നമുക്ക് അത് ഈ പ്രതിപക്ഷ കക്ഷികൾ പേടിക്കുന്നതിൽ അർത്ഥമുണ്ട്. കോടതിയിൽ ഇങ്ങനെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള പ്രയാസം എന്താണെന്ന് വെച്ചാൽ ഇത് ഭരണഘടനാ ഭേദഗതിയായിട്ടാണ് കൊണ്ടുവരുന്നത്. ഒരു സാധാരണ നിയമം അനുസരിച്ച് നമ്മുടെ ഭരണഘടനയിൽ പറയുന്നുണ്ട്, പാർലമെൻറ്റ് പാസ്സാക്കി ഏതെങ്കിലും ഒരു നിയമത്തിൽ ഒരാൾ അയോഗ്യനായിട്ട് കൽപ്പിക്കപ്പെടുകയാണെങ്കിൽ ആ നിമിഷം സ്ഥാനം നഷ്ടപ്പെടുമെന്ന് ഭരണഘടനയിൽ 102(1)E പറയുന്നുണ്ട്. പക്ഷേ അതിനകത്ത് അങ്ങനെ ഒരു നിയമം, സാധാരണ നിയമം കൊണ്ടുവരുന്നതിന് പകരം ആർട്ടിക്കിൾ 75 ആർട്ടിക്കിൾ 164 ഒക്കെ അമെൻഡ് ചെയ്ത്, ഭരണഘടന തന്നെ അമെൻഡ് ചെയ്ത് ഭരണഘടനയിൽ എഴുതി ചേർക്കുകയാണ് അയോഗ്യനാകാനുള്ള ഒരു കണ്ടീഷൻ 30 ദിവസത്തിൽ കൂടുതൽ കസ്റ്റഡിയിലായി കഴിഞ്ഞാൽ അയോഗ്യരാകുമെന്ന് പറയുന്നു. ഇങ്ങനെ ഒരു നിയമം ഭരണഘടനാപരമായി അസാധുവാണെന്ന് പ്രഖ്യാപിക്കണമെങ്കിൽ കോടതിക്ക് ഇത് ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിനെതിരാണെന്ന് പറയേണ്ടി വരും. ഇത് പാസ്സാകുകയാണെങ്കിൽ. ഇപ്പോൾ പാസ്സാകുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. സുപ്രീം കോടതി സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള നിയമങ്ങളെപ്പറ്റി പറയുന്ന ഒരു സർക്കാസ്റ്റിക് ആയിട്ട് പറയുന്ന ഒരു ലൈനുണ്ട്. The law in its majestic equality forbids rich and poor alike to sleep under the bridges, to beg in the streets and to steal their bread. അനറ്റോൾ ഫ്രാൻസ് എന്ന് പറയുന്ന ഒരു തത്വചിന്തകൻ പറഞ്ഞ കാര്യമാണ്. അതായത് ഈ പാലത്തിൻ്റെ അടിയിൽ കിടന്ന് ഉറങ്ങുന്നതും ബ്രെഡ് മോഷ്ടിക്കുന്നതും ഒക്കെ തുല്യമായിട്ട് നിരോധിച്ചിരിക്കുകയാണ്. ആരാണിത് കക്കുന്നത്? പൂവറാണ്, അല്ലാതെ ദരിദ്രനാണ് ഇത് ചെയ്യുന്നത്, അല്ലേ? സമ്പന്നനായിട്ടുള്ള ഒരാൾക്ക് അത് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നിയമം ഒറ്റ നോട്ടത്തിൽ തോന്നുമോ ഇത് പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിമാർക്കും എല്ലാവർക്കും ബാധകമാണ്. പക്ഷേ ഇത് ആക്ച്വൽ ഗ്രൗണ്ടിൽ വരുമ്പം അതിൽ പ്രയാസം അനുഭവിക്കാൻ പോകുന്നത് ഒന്നുകിൽ ഓപ്പോസിഷൻ പാർട്ടികളുടെ നേതാക്കന്മാരായിരിക്കും, ഇല്ലെങ്കിൽ ഒരുപക്ഷെ അതേ പാർട്ടിയിൽ തന്നെ ഉള്ളവർ, ഒരു റിബലായിട്ട് വരുന്നവർ ഒരുപക്ഷെ ഇങ്ങനെയുള്ള കേസുകളിൽ വേണമെങ്കിൽ സെൻട്രൽ ഏജൻസിക്ക് അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കോടതികൾ വളരെ സ്ലോ ആയിട്ടാണ് നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ 30 ദിവസത്തിനകത്ത് ബെയിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് ആ സ്ഥാനം നഷ്ടപ്പെടുകയാണ്. ഇവിടെ നേരത്തെ ശ്രീ ഡിന്നി പറയുകയാണ് ഇത്രയും പവർഫുൾ ആയിട്ടുള്ളവർക്ക് ബെയിൽ എടുത്തുകൂടെ. അത് നേരെ തിരിച്ച് നമ്മുടെ ബർഡൻ, ഈ കുറ്റാരോപിതനെ ഇത് തെളിയിക്കണം, ഞാൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുന്നത് പോലെയാണ്. അതിന് പകരം നേരെ തിരിച്ച് ഈ ആരോപണം ഉന്നയിക്കുന്നവർ അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികളാണ് അവിടെ തെളിയിക്കേണ്ടത്. അവിടെ കോടതി അത് കണ്ടെത്തിയാൽ മാത്രമേ, കോടതി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് കണ്ടെത്തിയാൽ മാത്രമേ ഒരാൾക്ക് കുറ്റക്കാരനെന്ന് നിയമത്തിൻ്റെ മുന്നിൽ കാണാൻ കഴിയൂ.